നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഷീനിലെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മെഷീൻ. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മെഷീൻ ഏതാണ്, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ നിന്നാണോ വാങ്ങിയത് അതോ കടയിൽ പോയാണോ വാങ്ങിയത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മാക്സിമം കമൻറ്റിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുൻപ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാരും കണ്ടിട്ടില്ല, കാണാതെയാണ് എല്ലാവരും കമൻറ്റ് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി വീണ്ടും ഒരു പുതിയ വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ മെഷീൻ. ഈ മെഷീൻ്റെ കമ്പനി എന്ന് പറയുന്നത് സിംഗർ കമ്പനിയാണ്. സിംഗറിൽ സ്റ്റാർട്ട് TM എന്നാണ് ഈ കമ്പനിയുടെ കറക്റ്റ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്, പേര് ഇതിൻ്റെ. പിന്നെ ഈ മെഷീൻ്റെ ഏകദേശം വില എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് ഏകദേശം 10,000 രൂപ അടുത്താണ് ആയത്. അപ്പോൾ നമ്മൾ ഈ മെഷീൻ വാങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തിലധികമായി. അപ്പോൾ അന്നത്തെ വിലയാണ് ഞാൻ പറയുന്നത് 10,000-നടുത്തായെന്ന്. ചിലപ്പം ഇന്ന് ഈ സെയിം കമ്പനി സാധനത്തിന് ചിലപ്പം റേറ്റ് കുറവായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിയപ്പം എനിക്കായ വിലയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഓൺലൈനൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ഒരുപാട് റേറ്റ് കുറവുള്ള മെഷീനൊക്കെ കാണും. ഏകദേശം 4, 5, 6, 7 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് മെഷീൻ കിട്ടും. പിന്നെ നിങ്ങൾ എടുക്കുമ്പം നല്ലൊരു മെഷീൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മെഷീൻ എന്ന് പറയുന്നത് എപ്പോഴും വാങ്ങുന്ന ഒരു സാധനമല്ല. അപ്പോൾ നമ്മൾ നല്ല സാധനം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തിലധികമായി. അപ്പോൾ എനിക്ക് അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു കഴിഞ്ഞ കുറച്ച് 1-2 ആഴ്ചയ്ക്ക് എനിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് തോന്നി. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങും ഓയിലിങ്ങും ഒന്നും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു മെഷീൻ എടുക്കുന്നവരും അതുപോലെ തന്നെ എടുത്തിട്ടുള്ളവരും പ്രത്യേകമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലീൻ ചെയ്തിട്ടില്ലേ നമുക്ക് നല്ല പണി കിട്ടും. കാരണം ആഴ്ച നമുക്ക് ക്ലീൻ ചെയ്ത് ഓയിൽ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പൊടി കയറി നമ്മുടെ മെഷീൻ്റെ പാർട്ടെല്ലാം ഫുള്ള് സ്റ്റക്കാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മെഷീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല സ്മൂത്താണ്, നല്ല സ്പീഡിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് സാധാ ചവിട്ട് മെഷീനിൽ അരമണിക്കൂർ 1 മണിക്കൂർ എടുക്കുന്ന കാര്യം ഇത് ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തു തരും. അതുകൊണ്ട് തന്നെ നമുക്ക് പൊടി പെട്ടെന്ന് അടിഞ്ഞു കൂടുകയും ചെയ്യും. ആഴ്ചയിലൊരിക്കൽ ക്ലീൻ ചെയ്തില്ല നമുക്ക് പിന്നെ തയ്ക്കുമ്പോഴത്തേക്ക് തട്ടലും മുട്ടലും ചീറ്റലും അതുപോലെ തന്നെ സ്ലോയൊക്കെ ആയിട്ട് പോകും. പിന്നെ എനിക്ക് വന്നൊരു കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ഫുള്ള് തയ്യലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ ചെയ്യാനും ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ തയ്ക്കുന്നതിൽ സ്പീഡ് കുറഞ്ഞു വന്നു. സ്പീഡ് കുറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം എടുക്കും. അങ്ങനെ സമയം നമുക്ക് എല്ലാവരെയും പോലെ തന്നെ ഞാനും ഒരു വീട്ടമ്മയാണ്. നമുക്ക് വീട്ടിലെ പണിയുണ്ട്, കുഞ്ഞിനെ നോക്കണം, അതിൻ്റെ കൂടെയാണ് നമ്മൾ തയ്യലൊക്കെ പോകുന്നത്. അപ്പം സ്പീഡ് കുറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം വേണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇത് ഷോപ്പിൽ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കരുതി ഈ ഒരു ഭാഗവും നമുക്ക് ഓപ്പൺ ചെയ്യാം, ഈ ഒരു ഭാഗവും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തുറന്ന് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷീന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗം ഞാൻ സ്ക്രൂ ഡ്രൈവറൊക്കെ അഴിക്കാൻ പാടല്ലേ എന്നോർത്ത് ഞാനങ്ങനെ വിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല പണി കിട്ടുകയും ചെയ്തു. കാരണം നമുക്ക് തയ്ക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ ഫൂട്ടെന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കിവിടെ സൂചി കറങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല, ഈ സൂചി കറങ്ങിയെങ്കിലല്ലേ തയ്ക്കാൻ പറ്റും. അപ്പോൾ എനിക്കങ്ങനെ സൂചി കറങ്ങുന്നില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു പാർട്ട് ഫുള്ള് അടിച്ച് നോക്കിയപ്പോൾ ഫുള്ള് പൊടിയായിരുന്നു. അതായത് നൂലിൻ്റെ പീസുകളും ഫുള്ള് പൊടിയായിട്ടിരിക്കുമായിരുന്നു. പൊടിയെല്ലാം ഞാൻ തൂത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഓയിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫൂട്ടല്ലോ, പ്രഷർ ഫൂട്ട്, അത് ഞാനിങ്ങനെ ഞെക്കി പിടിച്ചപ്പോഴത്തേക്ക് നല്ല സ്മൂത്തായി കറങ്ങാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഓയിൽ എല്ലാ പാർട്ടിലും എവിടെയൊക്കെയാണ് ഇതിൻ്റെ ജോയിൻറ്റ് കറങ്ങുന്ന ഭാഗം വരുന്നത് എല്ലായിടത്തും ഞാൻ ഓയിലിട്ട് കൊടുത്തു. അങ്ങനെ ഓയിലിട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ മെഷീൻ വീണ്ടും പഴയതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് പോയി. എങ്ങാനും ഞാൻ കടയിൽ പോയായിരുന്നെങ്കിൽ ഏകദേശം 1000-1500 എടുത്ത് അവർ നമ്മളോട് പൈസ വാങ്ങും. കാരണം ഇത് ഫുൾ അഴിച്ച് അവർ ക്ലീൻ ചെയ്ത് ഓയിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പൈസയാകും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, വാങ്ങിയിട്ടുള്ളവരാണ്, തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലീനിങ്. അതുപോലെ തന്നെ നൂല് പൊട്ടിപ്പോകുന്നതൊക്കെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ കുറവ് കൊണ്ടാണ് നൂല് പൊട്ടിപ്പോകുന്നത്. പിന്നെ സാധാ മെഷീനിൽ നിന്ന് ഈ മെഷീനിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു സ്പീഡ് കൂടുതലാണ്. അപ്പം ചിലപ്പം പുതുതായിട്ട് നമ്മൾ ഈ മെഷീൻ വാങ്ങുന്നവർക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കാര്യമാക്കണ്ട, കാലക്രമേണ അത് ശരിയായിക്കോളും.
പിന്നെ നമ്മൾ തയ്ച്ച് നിർത്താറാകുമ്പോൾ സ്പീഡ് മാക്സിമം കുറച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ചില്ലെങ്കിൽ നമ്മൾ ഒറ്റ സ്പീഡിൽ തന്നെ തയ്ച്ച് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിർത്തുമ്പോഴത്തേക്ക് നൂല് ആ സ്പീഡിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, നൂലെപ്പോഴത്തേക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അത് കോർക്കണം, അവിടെ നമുക്ക് സമയനഷ്ടം വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നമ്മൾ നിർത്താറാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫൂട്ടിലെ സ്പീഡെന്ന് പറയുന്ന പതുക്കെ പതുക്കെ കുറച്ച് വേണം നിർത്താനായിട്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നൂല് പൊട്ടാതിരിക്കത്തുള്ളൂ, അതുപോലെ തന്നെ സമയലാഭവും കിട്ടത്തുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഈ മെഷീൻ്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇതാണ് അതിൻ്റെ ഫൂട്ടെന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ കറണ്ടിൽ കൊണ്ടല്ലേ സ്വിച്ച് ബോർഡിൽ കൊണ്ട് കുത്തുന്നത്. പിന്നെ ഇത് രണ്ടും നമ്മുടെ മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഇത് നമ്മുടെ മെഷീനുമായിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് നല്ലപോലെ പ്രസ് ചെയ്യണം, പ്രസ് ചെയ്ത് കയറ്റി വെക്കണം. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഓൺ ബട്ടൺ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഓണാക്കും ഓഫാക്കും. അപ്പം ആ ഒരു ബട്ടൺ ഓണാക്കുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മുടെ മെഷീൻ ഓണാകുന്നത്. അപ്പോൾ അത് ഓണായെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ലൈറ്റ് ഉണ്ട്, അല്ലാതെ ബൾബുണ്ട്. അപ്പം ഇത് ഓണാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ബൾബ് കത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് ഓണാക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ തയ്ക്കാൻ നേരത്ത് ഇതാണ് നമ്മുടെ ഫൂട്ടെന്ന് പറഞ്ഞു, ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ചവിട്ടാൻ നേരത്ത് നമ്മുടെ കാല് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പം ചിലർ ഇത് ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഇങ്ങനെ ഞെക്കുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഞെക്കുന്നത് അല്ല ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പതിയെ ഞെക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ തലതിരിച്ച് ഞെക്കുമ്പോഴത്തേക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഒരുപാട് കൂടിപ്പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നൂല് പൊട്ടും. പിന്നെ നമ്മുടെ കാലിനും കുറച്ച് സ്ട്രെയിൻ ആയിരിക്കും. കാരണം ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ തയ്ക്കാതിരിക്കുമ്പോൾ കാലിങ്ങനെ പൊക്കി വെക്കണം, അല്ലാത്തപ്പോൾ താത്തി വെക്കണം. അതേസമയം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പതിയെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പതുക്കെ കൊടുത്താൽ മതി. അതിൻ്റെ അനുസരിച്ച് നമുക്ക് നമ്മുടെ തയ്യലിൻ്റെ സ്പീഡെന്ന് പറയുന്നത് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് കറണ്ടുമായിട്ട് സ്വിച്ച് ബോർഡിൽ നമ്മുടെ പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് സ്വിച്ച് ഉണ്ടെന്ന്, അത് ഓണാക്കണം. അപ്പോൾ ഓണാക്കുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു ലൈറ്റ് വന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രത്തോളം ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഈ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞായിരുന്നു സ്വിച്ച് ഉണ്ടെന്ന്, അത് നമുക്കിത് ഓണാക്കാം. ഇതിപ്പം ലൈറ്റ് കത്തിയിരിക്കുന്നതാണ്, ഇത് കണ്ടോ, ഓഫാക്കുമ്പോൾ നമുക്ക് അവിടെ വെട്ടം കുറഞ്ഞ്, ഓണാക്കുമ്പോൾ ലൈറ്റ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇവിടുത്തെ സ്വിച്ച് ഓണാകുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഫൂട്ടെന്ന് പറഞ്ഞു. ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് സൂചി കറങ്ങുന്നത് കാണാം. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒട്ടും പ്രഷർ കൊടുക്കണം, നമുക്ക് ചെറുതായിട്ട് അതായത് നമ്മൾ സാധാരണ ചവിട്ട് മെഷീനൊക്കെ ആകുമ്പോൾ നല്ല പ്രഷർ കൊടുക്കണം. നമ്മുടെ കാല് ചിലപ്പോൾ മടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇതിലങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കണ്ടില്ലേ, ഇത്രയും പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കിവിടെ സൂചി കറങ്ങിക്കോളും. പിന്നെ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ക്ലീനിങ് മസ്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ സ്മൂത്ത്നെസ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അത് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ ഒരു പാർട്ടിൽ നമുക്ക് പല ഡിസൈൻസിലും അതുപോലെ ലൈൻസും ഡോട്ടൊക്കെ നമുക്ക് കാണാം. ഇത് നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഏത് രീതിയിലാണ് നമുക്ക് തയ്ക്കേണ്ടത് ആ ഒരു രീതി തയ്ച്ചെടുക്കാവുന്നതാണ്. അതായത് ഡിസൈൻ ഇതിൽ കാണിച്ചേക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ബട്ടൺ ഫോൾ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു 3 പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യുന്ന ഭാഗമേ. ഇത് 3 നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യാനാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് എംബ്രോയിഡറി രീതി ചെയ്യാവുന്നതാണ്. പല കളർ നൂലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കിലൊക്കെ നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ അടിഭാഗത്തൊക്കെ വെച്ച് കൊടുക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് പല അളവിൽ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഓരോന്നും അളവ് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നമ്മുടെ ലോക്ക് ചെയ്ത ഭാഗത്തിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അതിനാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ നോർമൽ രീതി തയ്ക്കുന്നതാണ്. അതായത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കത്തില്ല. ഇത് തീരെ ചെറുത്, അതിൻ്റെ വലുത്, അതിൻ്റെയും വലുത്, അങ്ങനെ 3
രീതിയിലാണ് നമ്മൾ നോർമൽ സ്റ്റിച്ചിങ്ങിന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ ഒരു പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെട്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ മെഷീനിൽ പുറകോട്ടും ഫ്രണ്ടിലോട്ടും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നില്ല. ആ ഒരു ഭാഗം നമ്മൾ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് വരും. ആ ഒരു രീതി നമുക്കിങ്ങനെ കെട്ടിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒരു പാർട്ട് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഇത് നമുക്ക് സൂചി പൊക്കുന്നതും താഴ്ക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, സൂചി പൊങ്ങുന്നതും താഴ്ന്നതൊക്കെ. അപ്പോൾ ഈ ഒരു പാർട്ടിലൊക്കെ നമ്മൾ നൂല് കണക്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ 2 ഭാഗം എന്ന് പറയുന്നതാണ് നമ്മൾ നൂല് ഇടുന്നത്. നമുക്ക് 2 നൂലിടാൻ പറ്റുന്ന 2 നൂല് നമുക്ക് ഇടാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പാർട്ട് കണ്ടു, ഇത് നമുക്ക് ഇങ്ങോട്ട് 2 സൈഡിലോട്ട് മാറ്റാവുന്നതാണ്. അതായത് നമുക്ക് ഇവിടെ നൂല് വെച്ചിട്ട് നമ്മുടെ കേസിലോട്ട് നൂല് ചുറ്റത്തില്ലേ, ആ ഒരു ഭാഗമാണിത്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കേസ് എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത്. കേസ് നമ്മൾ ആദ്യമേ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇവിടുന്ന് നൂല് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചുറ്റുന്നത് അങ്ങനെ ചുറ്റണം. ചുറ്റിയതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലോട്ടൊന്ന് ആക്കണം. അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമാണ് ഇത് ലോക്ക് ആവത്തുള്ളൂ. ലോക്ക് പൊസിഷനിൽ ഇരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവത്തിൽ നൂല് ചുറ്റി വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടോളെ, നമുക്ക് ഈ ഒരു ഭാഗം മാത്രം, അതായത് നമ്മൾ കൂട്ടി ഞെക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗമേ കറങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സൂചി കറങ്ങത്തില്ല, സൂചി അവിടെ സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കും. അതേസമയം നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ ലോക്ക് ചെയ്യാതെ ഇങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഈ കണ്ടോ. അപ്പോൾ നമ്മുടെ സൂചിയാണ് കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കേസ് ഇട്ടതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ നൂല് കറക്റ്റായിട്ട് നമ്മുടെ കേസുമായിട്ട് ചുറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൂല് ചുറ്റുന്നത്. ഇത് തിരിച്ച് നമ്മൾ ഊരാൻ നേരത്തും ഇതുപോലെ തന്നെ ആക്കിയതിന് ശേഷം നമുക്കിതിങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്.